അന്വേഷണത്തോട് സഹകരിക്കണമെന്ന സുപ്രീം കോടതിയുടെ പരാമർശത്തിൽ പ്രതിരോധത്തിലായി ഇഡി നോട്ടീസ് ലഭിച്ചവർ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും സന്ദേശ് ഖാലിയിൽ പ്രതിസ്ഥാനത്തുള്ള ഷാജഹാൻ ഷെയ്ഖിനും കോടതി നിർദ്ദേശം തിരിച്ചടിയാകും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ 7 തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് നൽകിയത്. എന്നാൽ ഒരു തവണ പോലും നേരിട്ട് ഹാജരാക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല. ഈ മാസം 19-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി അവസാനമായി നിർദ്ദേശം നൽകിയെങ്കിലും കേജ്രിവാൾ ഹാജരായിരുന്നില്ല. ഇതിനെതിരെ ഇഡി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം കേജ്രിവാൾ ഉൾപ്പെടെ ഇഡി നോട്ടീസ് ലഭിച്ചവർക്ക് തിരിച്ചടിയാകുന്നത്. മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനങ്ങൾ അംഗീകരിച്ചത് മുഖ്യമന്ത്രിയും ഐസക്കും പങ്കെടുത്ത കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ്. കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ മുൻനിർത്തിയാണ് ഇഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം തോമസ് ഐസക് ഇഡി അന്വേഷണത്തോട് സഹകരിക്കാതെ ഒഴിഞ്ഞുമാറുകയാണ്. സന്ദേശ് ഖാലിയിൽ പ്രതിസ്ഥാനത്തുള്ള ഷാജഹാൻ ഷെയ്ഖും സമാനമായ രീതിയിൽ ഇഡി അന്വേഷണത്തോട് സഹകരിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ തമിഴ്നാട് സർക്കാരിനെതിരായ ഇഡിയുടെ ഹർജി പരിഗണിക്കവേ സുപ്രീം കോടതി നടത്തിയ പരാമർശമാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത്. കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇഡി അന്വേഷണത്തോട് സംസ്ഥാനങ്ങൾ സഹകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ശ്യാം കാങ്കാലിൽ, ന്യൂസ് ഡെസ്ക്, ജനം.